മകരസംക്രമ സന്ധ്യയിൽ ശബരിമല വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള ആഭരണങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു. രാവിലെ 7:30 മുതൽ 12:30 വരെ തിരുവാഭരണ പേടകങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. തിരുവാഭരണപ്പെട്ടി തുറന്ന ദർശനം ഉണ്ടായിരുന്നില്ല. തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ മേൽശാന്തി രാജേഷ് നമ്പൂതിരി കർപ്പൂര ദീപവും നീരാഞ്ജനവും ഒഴിഞ്ഞ ശേഷം കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണ പേടകങ്ങൾ വാഹക സംഘം ശിരസിലേറ്റി ഘോഷയാത്ര പുറപ്പെട്ടു.
കുടുംബത്തിലെ അശുദ്ധിയില്ലാത്ത അംഗങ്ങളാണ് ആഭരണപ്പെട്ടികൾ സംഘാംഗങ്ങൾക്ക് കൈമാറിയത്. തിരുമുഖമടങ്ങുന്ന പ്രധാന പെട്ടി ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയും, പൂജാപാത്രങ്ങൾ അടങ്ങുന്ന രണ്ടാമത്തെ പെട്ടി മരുതമനയിൽ ശിവൻകുട്ടിയും, കൊടിയും ജീവിതയും അടങ്ങുന്ന മൂന്നാമത്തെ പെട്ടി കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായരും ശിരസിലേറ്റി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇരുമുടി കെട്ടുമേന്തി ശരണം വിളികളോടെ ഘോഷയാത്രയെ അനുഗമിച്ചു. ആദ്യ സ്വീകരണം പന്തളം മണികണ്ഠനാൾത്തർ ക്ഷേത്രത്തിലായിരുന്നു. രണ്ടാം ദിവസം ഇടപ്പാവൂർ പെരുന്നാട് വഴി പോകുന്ന ഘോഷയാത്ര സംഘം ലാഹ വനവകുപ്പ് സത്രത്തിലെത്തി താവളമടിക്കും. മൂന്നാം ദിവസം പ്ലാപ്പള്ളി, നാറാണംതോട്, നിലയ്ക്കൽ, കൊല്ലമൂഴി, നീലിമല, ശബരിപീഠം വഴി ശരംകുത്തിയിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയെ ദേവസ്വം അധികാരികൾ സ്വീകരിക്കും. സന്നിധാനത്തെത്തിയ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.